ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NCERT മലയാളം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NCERT ക്ലാസ് 10ലെ ഇംഗ്ലീഷ് 7th ചാപ്റ്റർ ദി നെക്ലേസ് ആണ്, വിച്ച് ഈസ് റിട്ടൺ ബൈ ഗായ് ഡി മോപ്പസൻറ്റ്. ഓക്കെ, അപ്പോൾ ദി നെക്ലേസ് ഇതിനകത്ത് മെയിൻ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് മെറ്റിൽഡ is invited to a grand party. She has a beautiful dress but no jewelry. Okay, she borrows a necklace from a friend and loses it. What happened then? Okay, എന്ന് വെച്ചാൽ മെറ്റിൽഡ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് ഒരു ഗ്രാൻഡ് പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഗ്രാൻഡ് പാർട്ടി എന്ന് വെച്ചാൽ ഭയങ്കര നല്ല ഹെവി ആൾക്കാരൊക്കെ ഉള്ള ഒരു പാർട്ടി, ഗ്രാൻഡ് പാർട്ടി. അപ്പം അതിൽ അവൾക്ക് ബ്യൂട്ടിഫുൾ ഡ്രസ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അവൾക്ക് ഇങ്ങനെ അണിയാനൊന്നും ആഭരണങ്ങൾ, ജ്വല്ലറീസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്തു, അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഒരു നെക്ലേസ് ബോറോ ചെയ്തു, കടം വാങ്ങിച്ചു. പക്ഷെ അത് അവളുടെ കയ്യിൽ നിന്ന് എന്തോ ഒരു കാരണത്താൽ നഷ്ടപ്പെട്ടു പോയി. നമുക്ക് നോക്കാം എന്താണ് ഇപ്പോൾ ഇതിനകത്ത് ഉണ്ടായതെന്നൊക്കെ. സോ ഷീ വാസ് വൺ ഓഫ് ദോസ് പ്രെറ്റി യങ് ലേഡീസ് ബോൺ ആസ് ഈവ് ത്രൂ ആൻ എറർ ഓഫ് ഡെസ്റ്റിനി ഇൻ ടു എ ഫാമിലി ഓഫ് ക്ലർക്സ്. ഓക്കെ, മെറ്റിൽഡ എന്ന് പറയുമ്പോൾ ഒരു പ്രെറ്റി ലേഡി ആയിരുന്നു. അവർ ഇങ്ങനെ വിധി കാരണം ഒരു ക്ലർക്ക് ഫാമിലിയിൽ ജനിച്ച ഒരു സ്ത്രീ ആയിപ്പോയി. അവൾക്ക് എന്തില്ല, ഷീ ഹാസ് നോ ഡൗറി, നോ ഹോപ്സ്, നോ മീൻസ് ഓഫ് ബിക്കമിങ് നോൺ, ലവ്ഡ് ആൻഡ് മാരീഡ് ബൈ എ മാൻ എയ്തർ റിച്ച് ഓർ ഡിസ്റ്റിങ്വിഷ്ഡ്. ആസ് ഷീ അലൗഡ് ഹെർസെൽഫ് ടു മാരി എ പെറ്റി ക്ലർക്ക് ഇൻ ദ ഓഫീസ് ഓഫ് എ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ, ഷീ വാസ് സിമ്പിൾ ബട്ട് ഷീ വാസ് അൺഹാപ്പി. മെറ്റിൽഡ ഭയങ്കര പ്രെറ്റി ആയിട്ടുള്ളൊരു ലേഡി ആയിരുന്നു. അവൾക്ക് എന്തില്ല, അവളുടെ ഒരു നിർഭാഗ്യവശാൽ അവൾ എന്ത് ചെയ്തു, ഇങ്ങനെ ക്ലർക്ക് ഫാമിലിയിൽ ജനിച്ചുപോയി. അവൾക്ക് സ്ത്രീധനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, യാതൊരുവിധ പ്രതീക്ഷകളും ഉണ്ടായിരുന്നില്ല. അവളുടെ കല്യാണം കഴിച്ചത് ഒരു റിച്ചും അല്ല, ഒരു പൂവറും അല്ലാത്തൊരു ആളായിരുന്നു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവൾക്ക് ഇങ്ങനെ അവളുടെ ഹസ്ബൻഡ് ഒരു ബോർഡ് ഓഫ് എഡ്യൂക്കേഷനിൽ ഒരു ക്ലർക്കായിരുന്നു. ഭയങ്കര സിമ്പിളായിരുന്നു ആൾ, പക്ഷേ ഷി വാസ് റിയലി അൺഹാപ്പി. ഓക്കെ, she suffered incessantly, feeling herself born for all delicacies and luxuries. She suffered from the poverty of her apartment, the shabby walls and the worn chairs. All these things tortured and angered her. അവൾ ഫുൾ ടൈം, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്കിങ്ങനെ ഒരു നല്ല ഡെലിക്കസീസും നല്ല ലക്ഷറിയൊക്കെ ഉള്ള നല്ല ഹൈഫൈ സെറ്റിൽമെൻറ്റിൽ ജനിച്ചാൽ മതിയായിരുന്നു എന്നുള്ള തോന്നലുകളും, അതുപോലെ തന്നെ അവളെപ്പോഴും അവളുടെ ഈ പോവേർട്ടി, ദാരിദ്ര്യത്തിൽ അവളുടെ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ അവളെപ്പോഴും ഇങ്ങനെ ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവളുടെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഷാബി വാൾസാണ്, അതായത് ഇപ്പോൾ നമുക്കറിയാം വാൾസിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പോർട്രേറ്റ്സ് സൂക്ഷിക്കും അല്ലെങ്കിൽ വല്ല ഹാങ്ങിങ്സും സൂക്ഷിക്കും. പക്ഷേ അവളുടെ വാൾസ് എന്ന് പറയുമ്പോൾ ഷാബി ആയിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് വോൺ ചെയേഴ്സ്, അങ്ങനെ ചെയേഴ്സൊക്കെ അങ്ങനെ പഴയതായിട്ടുള്ള ഓരോ ചെയേഴ്സൊക്കെ, ഈ സാധനങ്ങളൊക്കെ എപ്പോഴും അവൾ എന്ത് ചെയ്തു, ടോർച്ചർ ചെയ്തു, അവളെ ദേഷ്യപ്പെടുത്തി. When she seated herself for dinner opposite her husband, who uncovered the tureen with a delighted air, saying, "Oh, the good God be, I know nothing better than that," she would think of elegant dinners of shining silver. She thought of exquisite food served in marvelous dishes. She had neither frocks nor jewels, nothing, and she loved only those things. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവളുടെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ബോർഡ് ഓഫ് എഡ്യൂക്കേഷനിലെ ക്ലർക്കായിരുന്നു. അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന മെറ്റിൽഡേനോട് ഇങ്ങനെ ഒരു ട്യുറീന്, അതായത് ഡിഷൊക്കെ കവർ ചെയ്യുന്ന ട്യുറീന്, തളിക പോലത്തെ ഒരു പാത്രം, അത് വെച്ചിട്ട് അയാൾ അങ്ങനെ സന്തോഷത്തോടെ പറയും, "ഹോ, ദ ഗുഡ് പോട്ട് പീ." അതെന്ന് വെച്ചാൽ ഇതൊക്കെ പാരീസിലൊക്കെ ഉള്ള കോമൺ ആയിട്ടുള്ള സ്വീറ്റ് ബ്രെഡാണ് ഈ പോട്ട് പീ എന്ന് പറയുന്നത്. അതുതന്നെയാണ്. പക്ഷേ മെറ്റിൽഡയ്ക്ക് എന്താ, അവളൊട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. എപ്പോഴും മെറ്റിൽഡയുടെ മനസ്സിൽ എലഗൻറ്റ് ഡിന്നേഴ്സിനെ പറ്റിയൊക്കെയായിരുന്നു മെയിനായിട്ട്. അതുപോലെ തന്നെ ഭയങ്കര നല്ല അടിപൊളി, അതായത് എക്സ്ക്വിസൈറ്റ് ഫുഡ്, ഇങ്ങനെ മാർവലസ് ഡിഷസൊക്കെ ആയിട്ട് ഇങ്ങനെ സെർവ് ചെയ്യുന്നതൊക്കെ ആയിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. അവൾക്ക് നല്ല ഫ്രോക്സ് ഇല്ല, അവൾക്ക് നല്ല ജുവൽസ് ഇല്ല, അങ്ങനെ കാര്യമായിട്ട് ഒന്നുമില്ല. ഷീ ഹാഡ് എ റിച്ച് ഫ്രണ്ട്, എ സ്കൂൾ മേറ്റ് അറ്റ് കോൺവെൻറ്റ്, who she did not like to visit. She suffered so much when she returned. She wept for a whole days from despair and disappointment. അപ്പോൾ മെറ്റിൽഡയ്ക്ക് ഒരു സ്കൂൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളുടെ സ്കൂൾ മേറ്റ് ആയിരുന്നു കോൺവെൻറ്റിൽ. അപ്പോൾ ഇവർ ഭയങ്കര റിച്ച് ആയിരുന്നു, ആ ഫ്രണ്ട് ഭയങ്കര റിച്ച് ആയിരുന്നു.
അപ്പോൾ എന്താ അവളെപ്പോഴും അവളെ കാണാൻ വേണ്ടി പോകുമ്പോഴൊക്കെ അവൾക്ക് കാണാൻ പോകണ ഇഷ്ടമില്ല, പക്ഷെ എങ്ങനെ അവസ്ഥയിൽ കാണാൻ പോവേണ്ട അവസ്ഥ വന്നാൽ അവൾക്ക് എന്ത് ചെയ്യും, ഭയങ്കര സങ്കടവും ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റുമാണ് മെറ്റിൽഡയ്ക്ക്. ഡിസ്പയർ ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ്, ഒരു യാതൊരുവിധ പ്രതീക്ഷകളും ഇല്ല, അതുപോലെ തന്നെ ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റുമാണ്. One evening, her husband returned elated, bearing in his hand a large envelope. Here, he said, here is something for you. അപ്പോൾ ഒരു ദിവസം ഒരു ഈവനിങ്ങിൽ ഹസ്ബൻഡ് എന്ത് ചെയ്യുക, ഭയങ്കര ഉല്ലസിച്ച് ഇങ്ങനെ വരികയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വലിയൊരു എൻവലപ്പ് ഉണ്ട്. ഇത് നോക്കൂ, നിനക്ക് നല്ലൊരു സംതിങ്, ഹിയർ ഈസ് സംതിങ് ഫോർ യു, നിനക്ക് എന്തോ ഉണ്ട് നിനക്ക് ഇതിനകത്ത്. ഷീ ക്വിക്ക്ലി ഡ്രൂ ഔട്ട് എ printed card on which were inscribed these words. ഓക്കെ, അപ്പോൾ ഒരു പ്രിൻറ്റഡ് കാർഡ് എടുത്തു, അതിനകത്ത് ഇങ്ങനെ എവിടെയൊന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻസ്ക്രൈബ്ഡ് മീൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ദി മിനിസ്റ്റർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ ആൻഡ് മാഡം ജോർജ് റാംപോനി ആസ്ക് ദ ഹോണർ ഓഫ് എം ആൻഡ് മീ ലോയ്സൽസ് കമ്പനി, എന്ന് വെച്ചാൽ മോൺസിയർ ആൻഡ് മാഡം ലോയ്സൽസ് കമ്പനി, മൺഡേ ഈവനിങ് ജാനുവരി 18 അറ്റ് ദ മിനിസ്റ്റേഴ്സ് റെസിഡൻസ്. സോ ഇതൊരു ഇൻവിറ്റേഷൻ കാർഡായിരുന്നു. മിനിസ്റ്റർ റെസിഡൻസിലേക്ക് ഇവർക്ക് ഇങ്ങനെ ഇൻവിറ്റേഷൻ കിട്ടിയ, ഒരു ഈവനിങ്ങിൽ ഇൻവിറ്റേഷൻ കിട്ടിയൊരു ഇൻവിറ്റേഷൻ കാർഡായിരുന്നു. ഇതിനകത്ത് ഇങ്ങനെ അവരിങ്ങനെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. എം എന്ന് വെച്ചാൽ മോൺസിയർ, അതായത് ഫ്രഞ്ചിലുള്ള, ഇത് പാരീസിലാണ് നടക്കുന്നത്. അപ്പോൾ ഫ്രഞ്ചിലുള്ള മാനിന് നമ്മൾ മോൺസിയർ എന്നാണ്, എം മോൺസിയർ എന്നാണ് പറയൽ. ആൻഡ് മേ MME എന്ന് വെച്ചാൽ മാഡം എന്ന് വെച്ചാൽ അവിടെ മിസ്സസ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് മാഡം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാഡം ക്യൂറി എന്നൊക്കെ കേട്ടിട്ടില്ലേ. മാഡം ക്യൂറി, റേഡിയം കണ്ടുപിടിച്ച മാഡം ക്യൂറി എന്നൊക്കെ ഉള്ളതിന് MME ലോയ്സൽസ് കമ്പനി എന്നാണ് ഇവരിങ്ങനെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ഡിലൈറ്റഡ് ആസ് ഹെർ ഹസ്ബൻഡ് ഹാഡ് ഹോപ്ഡ്, ഷീ threw the invitation spitefully upon the table, murmuring, "What do you suppose I want with that?" അപ്പോൾ ഇവരെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവും എന്നൊക്കെ ഇദ്ദേഹം വിചാരിച്ചു, ഹസ്ബൻഡ് വിചാരിച്ചു. പക്ഷേ ഇവളെന്ത് ചെയ്തു, ഈ ഇൻവിറ്റേഷൻ കാർഡ് സ്പൈറ്റ്ഫുള്ളി, ഭയങ്കര വെറുപ്പോടെ എന്തൊക്കെയോ മർമർ ചെയ്തിട്ട് ടേബിളിൻ്റെ മുകളിലേക്ക് വലിച്ചെറിയുണ്ടായത്. വാട്ട് ഡു യു സപ്പോസ് ഐ വാണ്ട് വിത്ത് ദാറ്റ്, നിങ്ങൾ എന്താണ് എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് വേണമെന്നാണ് അവർ ചോദിക്കുന്നത്. ബട്ട് മൈ ഡിയറി, ഐ തോട്ട് ഇറ്റ് വുഡ് മേക്ക് യു ഹാപ്പി. You never go out, and this is an occasion and a fine one. Everybody wishes one, and it is very select. Not many are given to employees. You will see the whole official world there. Okay, അപ്പോൾ അദ്ദേഹം പറയണേ, ഓ ഡിയറി, അതായത് ഈ ഒരു ഇത് എപ്പോഴും നിനക്ക് സന്തോഷം ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇങ്ങനത്തെ ഒരു ഒക്കേഷൻ നീ ഒരിക്കലും പോയിട്ടില്ലല്ലോ, നീ പുറത്തൊന്നും പോകാത്ത ഒരാളാണല്ലോ. അപ്പോൾ എല്ലാവർക്കും എംപ്ലോയേഴ്സിന് ഈ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിനക്ക് ഇവിടെ പോവുകയാണെങ്കിൽ തന്നെ ഒരുപാട് ഒരു ഒഫീഷ്യൽ വേൾഡിനെ മൊത്തം കാണാൻ പറ്റും എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞു. She looked at him with an irritated eye and declared impatiently, "What do you suppose I have to wear to such a thing as that?" അപ്പം ഇങ്ങനെ ഒരു നല്ലൊരു ഒക്കേഷനിൽ നിങ്ങൾ എന്താണ് എന്ത് ധരിക്കുന്നതാണ് വിചാരിക്കുന്നത്, ഞാൻ എന്ത് ധരിക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അവൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു. ഹി ഹാഡ് നോട്ട് തോട്ട് ഓഫ് ദാറ്റ്, ഹി സ്റ്റാമേർഡ്. ഇല്ല, അദ്ദേഹം ഒരിക്കലും ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഇങ്ങനെ സ്റ്റാമർ ചെയ്തു, വിക്കി പറഞ്ഞു, വൈ the dress you wear when we go to the theatre, it seems very pretty to me. Okay, he was silent, stupefied in dismay at the sight of his wife weeping. He stammered, what is the matter? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇവളുടെ ഇതിനെക്കുറിച്ച് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല, ഡ്രസ്സിനെ പറ്റി ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് നിനക്ക് തിയേറ്ററിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇടുന്ന ആ ഡ്രസ്സ് ഇട്ടൂടെ, അത് ഭയങ്കര നല്ല ഭംഗിയുള്ളതാണല്ലോ എന്ന് ചോദിച്ചപ്പം ഒന്ന് അദ്ദേഹം വെക്കിയിട്ടുണ്ടായിരുന്നു. അവളിങ്ങനെ വീപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. വാട്ട് ഈസ് ദ മാറ്റർ എന്ന് പറഞ്ഞിട്ട് ബൈ എ വയലൻ്റ് എഫേർട്ട് ഷീ ഹാഡ് കൺട്രോൾഡ് ഹെർ വെക്സേഷൻ ആൻഡ് റെസ്പോണ്ടഡ് ഇൻ കാം വോയിസ്, wiping her moist cheeks, "Nothing, only I have no dress and consequently I cannot go to this affair. Give your card to some colleague whose wife is better fitted out than I." അപ്പോൾ എന്ന് വെച്ചാൽ ഇവരിങ്ങനെ വെനക്സേഷൻ മീൻസ് ഭയങ്കര സങ്കടത്തോടെ, ഭയങ്കര സാഡ്നെസ് എന്നൊക്കെ ഉള്ള മീനിങ് ആണ് ഈ വെനക്സേഷൻ അല്ല, വെക്സേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ സ്റ്റേറ്റ് ഓഫ് ബീങ് ഡിസ്ട്രസ്ഡ്, ഭയങ്കര സങ്കടപ്പെട്ട ഒരവസ്ഥ. ആൻഡ് റെസ്പോണ്ടഡ്, ഒരു കാം വോയിസിൽ പറഞ്ഞു,
ഇതൊക്കെ ഭയങ്കര നല്ലൊരു നല്ലൊരാൾ പണിതിട്ടുള്ള രീതിയിലുള്ള ജുവൽസൊക്കെയായിരുന്നു അവരുടെ കയ്യിലുള്ളത്. അവർക്കത് എടുക്കണ്ട എന്നുള്ള അവസ്ഥ, ഏതിൽ എൻഡ് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. എന്നിട്ട് അവൾ ചോദിച്ചു, ഹാവ് യു നത്തിങ് മോർ? നിനക്കിതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? വൈ യെസ്, ലുക്ക് യുവർ സെൽഫ്, ഐ ഡു നോട്ട് നോ വാട്ട് വിൽ പ്ലീസ് യു. Suddenly she discovered in a black satin box a superb necklace of diamonds. Her hands trembled as she looked at it. She placed it about her throat against her dress and was ecstatic. Then she asked in a hesitating voice, full of anxiety, could you lend me this, only this? Why, yes, certainly. അപ്പോൾ അവൾ ഇങ്ങനെ അവളോട് പറഞ്ഞു, മിസ്റ്റർ ഫോറസ്ട്രിയർ പറഞ്ഞു, എനിക്കറിയില്ല നിനക്ക് ഏതാണ് ഇഷ്ടപ്പെടുക എന്നൊന്നും, ഏതാ പ്ലീസ് ആവുമെന്നും, നീ കാര്യം ചെയ്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാറ്റിൻ ബോക്സ് കണ്ടു. ആ സാറ്റിൻ ബോക്സിനകത്ത് ഒരു നെക്ലേസ്, ഫുൾ ഓഫ് സ്റ്റോൺസോട് ഉണ്ടാക്കിയ ഒരു നെക്ലേസ് കണ്ടു. അത് കണ്ടിട്ട് അത് എടുക്കാൻ പോകുമ്പോൾ തന്നെ അവളുടെ കൈ ട്രംബിൾഡ്, ഹെർ ഹാൻഡ്സ് ട്രംബിൾഡ്. എന്നിട്ട് അവരെന്ത് ചെയ്തു, അങ്ങനെ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. ഇറ്റ് ലുക്സ് ലൈക്ക് എക്സ്റ്റാറ്റിക്. എന്നിട്ട് അവർ പറഞ്ഞു, ഇത് ഞാൻ എടുത്തോട്ടെ, ഇത് ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വൈ യെസ് സർട്ടൻലി, ഓഫ് കോഴ്സ് നീ അത് എടുത്തോളൂ എന്നുള്ള മറുപടി പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഷീ ഫെൽ അപ്പോൺ ദ നെക്ക് ഓഫ് ഹർ ഫ്രണ്ട് എംബ്രേസ്ഡ് ഹർ വിത്ത് എ പാഷൻ ആൻഡ് ദെൻ വെൻറ്റ് അവേ വിത്ത് ഹർ ട്രഷർ. അപ്പോൾ ഫ്രണ്ടിനോടൊക്കെ ബൈ ബൈ പറഞ്ഞ് അവരുടെ ട്രഷർ എടുത്തിട്ട്, ആ ജുവലായിട്ടുള്ള ഒരു നെക്ലേസ് വിത്ത് ഡയമണ്ട്സ് എടുത്തിട്ട് പോയി. The day of ball arrived. Madame Loisel was a great success. She was very prettiest of all, elegant, gracious, smiling and full of joy. All the men noticed her, asked her name and wanted to be presented. Yeah. അപ്പോൾ ആ ദിവസം അവർ ഭയങ്കര പ്രറ്റി, ബ്യൂട്ടിഫുൾ, എലഗൻറ്റ്, ഗ്രേഷ്യസ്, സ്മൈലിംഗ്, ഫുൾ ഓഫ് ജോയ്, ഇതൊക്കെയാണ് ഇവരെ ഇങ്ങനെ വിശേഷിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്ത അഡ്ജക്റ്റീവ്സ്. എല്ലാവരും, എല്ലാ പുരുഷന്മാരും അവളെ നോക്കി, അവളുടെ പേരെന്താണെന്ന് ചോദിച്ചു. അങ്ങനെ ഭയങ്കര അവളെ നല്ല കാര്യപ്പെട്ട രീതിയിൽ ട്രീറ്റ് ചെയ്തു. അവൾ നല്ല രീതിയിൽ നല്ല ഹാപ്പി ആയിട്ട് ഡാൻസ് ചെയ്തു. ഇൻടോക്സിക്കേറ്റഡ് വിത്ത് പ്ലഷർ, തിങ്കിങ് ഓഫ് നത്തിങ് ബട്ട് ഓൾ ദിസ് ഇസ് അഡ്മിറേഷൻ, ദിസ് വിക്ടറി സോ കംപ്ലീറ്റ് ആൻഡ് സ്വീറ്റ് ടു ഹർ ഹാർട്ട്. അവൾ ഭയങ്കര ഹാപ്പി ആയി, കാരണം നല്ല റിച്ച് ആയിട്ടുള്ള ഒക്കേഷനിൽ അവൾ ഡാൻസ് കളിച്ചു. നല്ല രീതിയിൽ എല്ലാവരും അവളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു. ഷി വാസ് വെരി ഹാപ്പി. She went home towards 4 o'clock in the morning. Her husband had been half asleep in one of the little salons since midnight with the 3 other gentlemen whose wives were enjoying themselves very much. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്തു, ഇങ്ങനെ 4 o'clock ഒക്കെ ആയി, രാവിലെ 4 o'clock ആയി വീട്ടിലേക്ക് തിരിച്ചു പോകാനായപ്പോൾ അവളുടെ ഹസ്ബൻഡ് ഏകദേശം നല്ല രീതിയിൽ ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡൊക്കെ ഭയങ്കര തിരക്കായിരുന്നു, തലേദിവസം രാത്രിയൊക്കെ ഭയങ്കര ഉറക്കമായിരുന്നു. അവരെന്ത് ചെയ്തു, അവരുടെ ഹസ്ബൻഡിൻ്റെ 3 ഫ്രണ്ട്സിൻ്റെ കൂടെ, ഒരു ജെൻറ്റിൽമാൻസിൻ്റെ കൂടെ അവരുടെ വൈഫിനെയും കൂട്ടിയിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് എന്ത് ചെയ്തു, അവരുടെ ഷോൾഡറിൻ്റെ അവിടെ ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള റാപ്പ്, അതായത് ഇങ്ങനെ ഷോൾ പോലത്തെ ഇത് വെച്ച് കൊടുത്തു. ആൻഡ് അപ്പോൾ അവൾക്ക് എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പെട്ടെന്ന് ഓടിപ്പോകണമെന്നായിരുന്നു. കാരണം എന്ന് വെച്ചാൽ റിച്ച് പീപ്പിളിൻ്റെ വൈഫ്സൊക്കെ എന്ത് ചെയ്യാണ്, നല്ല അടിപൊളി ഫർസൊക്കെ വെച്ചിട്ടുള്ള, റിച്ച് ഫർസൊക്കെ വെച്ചിട്ടുള്ള ഇങ്ങനത്തെ റാപ്സൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവൾക്ക് അവിടെ നിന്ന് എന്തോ ഒരു പ്രശ്നം, അവിടെ നിൽക്കാൻ അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലോയ്സൽ ഡിറ്റൈൻഡ് ഹെർ. വെയിറ്റ്, സെഡ് ഹീ, ഐ എം ഗോയിങ് ടു കോൾ എ ക്യാബ്. അപ്പം ലോയ്സൽ എന്ത് ചെയ്തു, അവരെ നിർത്താൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ എന്ത് ചെയ്യും, അവളിങ്ങനെ ഓടിപ്പോയായിരുന്നു. നിൽക്കൂ, നമുക്കൊരു ക്യാബ് വിളിക്കാം. ബട്ട് ഷീ വുഡ് നോട്ട് ലിസൺ ആൻഡ് descended the steps rapidly. When they were in the street, they found no carriage and they began to seek for one, hailing the coachman whom they saw at a distance. അപ്പോൾ എന്ന് വെച്ചാൽ അവർ നടന്ന് സ്ട്രീറ്റിലേക്ക് എത്തിയപ്പോൾ ഒരു ക്യാരേജും കണ്ടില്ല. പക്ഷേ അവർ ഒരു കോച്ച്മാനെ വിളിക്കാൻ ശ്രമിച്ചു, കുറേ ഡിസ്റ്റൻസുള്ള. അപ്പോൾ ഹെയിലിംഗ് ദ കോച്ച്മാൻ എന്ന് വെച്ചാൽ കോളിംഗ് ദി കോച്ച്മാൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു വാഹനം, ആ വാഹനത്തിൽ അവർ വിളിച്ചു, ഇങ്ങനെ വരൂ എന്നുള്ള രീതിയിൽ വിളിച്ചു. അപ്പോൾ എന്തായി, അവരെന്ത് ചെയ്തു, ആ വാഹനം ഒരു ഡിസ്റ്റൻസിലാണുള്ളത്. ദേ വാക്ക്ഡ് അലോങ് ടുവേർഡ്സ് എ റിവർ, ഹോപ്പ്ലെസ് ആൻഡ് ഷിവറിങ്. ഫൈനലി ദേ ഫൗണ്ട് വൺ ഓഫ് ദ ഓൾഡ് ക്യാരിയേജസ് ദാറ്റ് വൺ സീസ് ഇൻ പാരീസ് ആഫ്റ്റർ മിഡ് നൈറ്റ്. അപ്പോൾ റിവറിൻ്റെ സൈഡിലേക്ക് എത്തിയപ്പം അവരെന്ത് ചെയ്തു, അവസാനം ഒരു ഓൾഡ് ക്യാരിയേജ് കണ്ടു. ആ ഓൾഡ് ക്യാരിയേജ് എന്ന് പറയുമ്പോൾ രാത്രികളിൽ ഒരു നൈറ്റ് ഫോളിലൊക്കെ ശേഷം പാരീസിൽ കാണുന്ന ഒരു ക്യാരിയേജാണ്. It took them as far as their door and they wandered wearily up to their apartment. It was all over for her, and on his past he remembered that
he would have to be he would have to be at the office by 10 o'clock. അപ്പോൾ അവർ ഈ ക്യാരിയേജിനകത്ത് കയറിയപ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഭയങ്കര വിയർലി അപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ടയേർഡായിരുന്നു. എത്രയും പെട്ടെന്ന് വീടെത്തിയാൽ മതി, അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് എത്തിയാൽ മതി എന്നുള്ള അവസ്ഥയിലായിപ്പോയി. അപ്പോഴാണ് അദ്ദേഹം ഓർത്തത്, അതായത് അടുത്ത ദിവസം ഓഫീസിൽ ഏകദേശം 10 o'clock ആകുമ്പോഴത്തേക്ക് എത്തണം. ഇപ്പോഴേ തന്നെ 4 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. She removed the wraps from her shoulders before the glass for a final view of herself in her glory. Suddenly, she uttered a cry. Her necklace was not around her neck. അപ്പോൾ വീട്ടിലെത്തിയിട്ട് അവരെന്ത് ചെയ്തു, ഈ റാപ്പൊക്കെ മാറ്റിയിട്ട് ഭയങ്കര ഗ്ലോറിയിലായിരുന്നു. കാരണം തലേ ദിവസം നടന്ന ഇൻസിഡൻസിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. സഡൻലി ഷീ അട്ടേർഡ് എ ക്രൈ. പെട്ടെന്ന് അവൾ കരഞ്ഞു. ആൻഡ് ഹെർ നെക്ലേസ് വാസ് നോട്ട് അറൗണ്ട് ഹെർ നെക്ക്. അവളുടെ കഴുത്തിൽ എന്തില്ല, ആ നെക്ലേസ് ഇല്ല. അപ്പോൾ ഇതോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പാട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ എങ്ങനെ നെക്ലേസ് ഇല്ല, എവിടെ പോയി, എന്ത് സംഭവിച്ചു, അതിനുശേഷം എന്താണ് ഉണ്ടായത്, മിസ്റ്റർ ഫോറസ്റ്റിയർക്ക് ഇതിങ്ങനെ തിരിച്ചു കൊടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ്